പണ്ടൊക്കെ ഇങ്ങനെ ആക്കുമ്പോ കത്തുമായിരുന്നു. നന്നായി. ഇപ്പൊ കത്തിയില്ലേ? പ്രൊഫസറെ, നോർത്തിൽ നിന്നൊരു കൂട്ടർ വന്നിട്ടുണ്ട്. മമ്മിയുടെ കാര്യത്തിൽ അവർക്ക് ചിലത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? ഇത്ര ശക്തിയുള്ള ഒരു ആത്മാവിനെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞോ? ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരും. അല്ല, അവരെ കണ്ടിട്ട് അങ്ങനെ സാധാരണക്കാരാണെന്ന് തോന്നുന്നില്ല. ഒരു പ്രത്യേകതരം ഡ്രസ്സിംഗ് ഒക്കെ ആയിട്ട്. കഴുത്തിലൊക്കെ മാൻകൊമ്പിന്റെ ടാറ്റു ഒക്കെ അടിച്ചിട്ട്. ഇതാണോ നിങ്ങൾ കണ്ട അടയാളം? അതെ, ഇത് തന്നെ. ബഹോഡകൾ ആത്മാക്കളെ തേടി ഈ ലോകം മുഴുവൻ അലയുന്നവർ. അവരൊരാത്മാവിനെ തേടി വരുന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം ശക്തിയുള്ളതായിരിക്കും. നിസ്സാരക്കാരല്ല ഈ ബഹോഡകൾ. ഈ ഭൂമിയിൽ പ്രകൃതി നിയമങ്ങൾക്കും മനുഷ്യർ കൽപ്പിക്കുന്ന സമയത്തിനും അതീതമായി ജീവിക്കുന്നവർ. അവരുടെ ദൃഷ്ടികളിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പതിയുന്നത് ആത്മാക്കളാണ്. ആത്മാക്കളിൽ ശക്തമായവ കണ്ടെത്തി അവരുടെ കുലത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ആത്യന്തിക ലക്ഷ്യം. ബഹോഡകളുടെ വിശ്വാസമനുസരിച്ച് അമരാധ്വൻ എന്ന വൃക്ഷത്തിന് കീഴിലായി ഭൂമിക്കടിയിൽ സഹസ്രാബ്ദങ്ങളായി കഴിയുന്ന മാക്ഷിതയാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. ശക്തമായ ഒരാത്മാവിനെ കണ്ടെത്തിയാൽ അവർ അതിനെ എന്ത് വില കൊടുത്ത് സ്വന്തമാക്കുകയും മാക്ഷിതയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യും. ആഷാബ എന്നത് ആത്മാക്കളെ തേടാനായി മാക്ഷിത ഉപയോഗിക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്റെ പേരാണ്. കർത്തവ്യ മികവിന്റെ അടിസ്ഥാനത്തിൽ ആഷാബ എന്ന സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും. ബഹോഡകൾ സ്വന്തമാക്കിയാൽ എത്ര നല്ല ആത്മാക്കളെയും അവർ ദുഷ്ടാരൂപികളാക്കുകയും നികൃഷ്ടതകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും. ഈ സമയം ആത്മാക്കൾ അനുഭവിക്കുന്ന വേദന നമ്മുടെയൊക്കെ ചിന്തകൾക്കും അതീതമായിരിക്കും.